സംസ്ഥാനത്ത് കാലവർഷം ഇന്നെത്തിയേക്കും. അടുത്ത 5 ദിവസം അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ആലപ്പുഴയിൽ കനത്ത മഴ തുടരുകയാണ്. കുട്ടനാട്ടിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. തീരമേഖലകളിൽ കാറ്റും ശക്തമാണ്. ചേന്നം പള്ളിപ്പുറത്ത് ഗൃഹനാഥൻ മരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതിൽ ഏറ്റവും പ്രധാനം കാലവർഷം ഇന്ന് എത്തുമോ എന്നുള്ളതാണ്. മാത്രമല്ല, കാലവർഷം ഇത്തവണ പതിവിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ ശക്തമായ മഴയുമായിട്ടാണ് എത്തുന്നത് എന്നുള്ളതാണ് ഇതിനകമുള്ള പ്രവചനം. എങ്ങനെയാണ് അടുത്ത ദിവസങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്നതാണ് മുന്നറിയിപ്പ്. അടുത്ത ഒരാഴ്ചത്തേക്ക് എല്ലാ ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ നികേഷ് പറഞ്ഞതുപോലെ കാലവർഷം സാധാരണയേക്കാൾ കൂടുതൽ മഴ ഇത്തവണ ഉണ്ടാകുമെന്ന പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്ന് തന്നെ കാലവർഷം എത്തുമെന്ന ഒരു അന്തിമ സാധ്യതയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വെള്ളക്കെട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ടാണ്. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് പലയിടത്തും കുറഞ്ഞെങ്കിലും ചിലയിടങ്ങളിൽ ചില ആളുകൾ കൂട്ടമായി താമസിക്കുന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. അത് സെപ്റ്റിക് മാലിന്യങ്ങൾ പോലും കലർന്നിട്ടുള്ള വെള്ളമാണ് ഇപ്പോഴും ഇവിടെയൊക്കെ കെട്ടിക്കിടക്കുന്നത്. ഇവിടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല പലയിടത്തും എന്നാണ് പരാതി. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പരുത്തിക്കുഴിയിലെ പെയിൻറ് റോഡ് ഭാഗത്താണ്. ഇവിടെ 25ഓളം വീടുകളാണ് ഇങ്ങനെ മുങ്ങിപ്പോയിട്ടുള്ളത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. മുട്ടോളം വെള്ളം വീടുകൾക്ക് സമീപമുണ്ട്. ഇവിടേക്ക് വീടുകളിലേക്ക് ആളുകൾക്ക് കയറാനാകുന്നില്ല. ഇവിടെ നിന്നൊക്കെ ബന്ധു വീടുകളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കുമൊക്കെ ആളുകൾ മാറി താമസിച്ചു പോകുന്ന സാഹചര്യവുമുണ്ട്. ഇവിടെ ഈ വീടിന് മുഴുവനായി വെള്ളമുണ്ട്. എന്താ സംഭവിച്ചത്? എപ്പോഴാണ് വെള്ളം കയറി തുടങ്ങിയത്? വെള്ളം കയറി നമ്മുടെ മഴ സ്റ്റാർട്ടിങ് 2-3 ദിവസം നിൽക്കുമ്പോൾ തന്നെ 2-3 ദിവസം മഴ നീണ്ടു നിൽക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്, വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളിച്ചതല്ല. എല്ലാ തവണയും കാലവർഷം വരുമ്പോൾ നിരന്തരം ഇവിടെ മഴ പെയ്ത് വെള്ളം കയറി ആൾക്കാരൊക്കെ വളരെയധികം പ്രയാസം ദുരിതം അനുഭവിക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റാൻ പറ്റിയിട്ടില്ല. അതിനൊന്നും നമ്മൾ എവിടെ കൊണ്ടാണ് ഇടുക? എവിടെ കൊണ്ട് നമുക്ക് വേറെ പ്രത്യേക വീടുകളോ മറ്റു സൗകര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കൊണ്ട് വെക്കാമായിരുന്നു. പക്ഷേ അതിനൊന്നും സൗകര്യപ്പെട്ടിട്ടില്ല. ഈ സെപ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇതിൽ കലരുന്നുണ്ടോ ഈ വെള്ളത്തിൽ? സെപ്റ്റിക് മാലിന്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ വീടുകളിലും മുട്ടോളം വെള്ളം കയറിയത് കാരണം ബാത്റൂമുകളെല്ലാം നിറഞ്ഞിട്ട് സെപ്റ്റിക് മാലിന്യം തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യാണ്. പിന്നെ ഇവിടുത്തെ 3ഓളം കിണറുകൾ മലിനപ്പെട്ടിരിക്കുകയാണ്. ഈ പറയുന്ന ആവശ്യ ആളുകൾ മൊത്തം ഇപ്പോൾ 25 കുടുംബങ്ങൾ എഫക്റ്റഡ് ആണ്. ഇതിലിപ്പം 6ഓളം കുടുംബങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ഇന്നും 4-5 കുടുംബങ്ങൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കൂടുതൽ ആളുകളുണ്ട്. ഇവർക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പോലും ആകാത്ത ബുദ്ധിമുട്ടാണ്. ഉമ്മ, എന്താ അവസ്ഥ? ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഒരു സാധനം വാങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും സുഖമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഴിയാണ്. ഇവിടെ ആരും വന്ന് നോക്കുന്നൊന്നുമില്ലേ? ഇലക്ഷന് മാത്രം ആരെങ്കിലും വരും. അത് കഴിഞ്ഞാൽ പുറത്ത് ഇവിടെ ഞങ്ങൾ മരിച്ചോന്നോ ഉണ്ടാന്ന് അറിയില്ല. ഞങ്ങളുള്ള ഒരുപാട് രൂപ കൊടുത്ത് വാങ്ങിച്ചേക്കണ സ്ഥലമാണ്. പുറത്തേക്കൊക്കെ ഇറങ്ങാൻ കഴിയുന്നുണ്ടോ വെള്ളം കാരണം? ഇല്ല, ഒരു വീട്ടിൽ ഭക്ഷണം വ്യാപിക്കാൻ പോലും നിവൃത്തിയില്ല. 4-5 ദിവസമായി പുറത്തിറങ്ങി. സുഖമില്ലാത്ത ഭർത്താവും ഞാനും ഇതിൻ്റെ അകത്ത്. ഞങ്ങൾക്ക് ബന്ധക്കാരെ എവിടെ പോവാൻ ഒരു സ്ഥലവും ഇല്ല. ഇങ്ങനെ ബുദ്ധിമുട്ടിലാണ് നികേഷ്. നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഏതായാലും വലിയ ബുദ്ധിമുട്ട്. ഇതിൻ്റെ ഒരു പരിഹാരം, അടിയന്തര പരിഹാരം വേണം എന്നുള്ളതാണ്. ഇവിടെ ഈ പരിസരത്തെ വീടുകളിലെ ആളുകളൊക്കെ ഉണ്ട്. ഇതിനെന്താ ഒരു പരിഹാരം ചേട്ടാ? ഇതിൻ്റെ പരിഹാരം എന്ന് പറയാനായിട്ടാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഈ വെള്ളം കെട്ടിയിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത്രയും വെള്ളം ഇവിടെ പോകുന്നത് ഒരു സ്ഥലത്തേക്ക് അടുത്തുള്ള ജലാശയത്തിലേക്ക് ഒഴുക്കി വരാനുള്ള സംവിധാനം വേണമെന്നാണ്. അതെ, തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. അത് കോർപ്പറേഷനോ ഇല്ലാന്നുണ്ടെങ്കിൽ മേയറോ ഇത് ഇടപെട്ട് തീർച്ചയായിട്ടും ഇതിൽ പരിഹാരം കണ്ടെത്തിയാൽ ഇതിൻ്റെ പരിഹാരം കിട്ടും. ഇങ്ങനെയാണ് ആവശ്യം. ഏതായാലും വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഉള്ളവർക്കുണ്ട് എന്നതാണ്. മുട്ടോളം വെള്ളം. തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തോട് ചേർന്നുള്ളൊരു ഭാഗമാണ് പരുത്തിക്കുഴി. വീടിൻ്റെ അകത്തേക്കൊന്ന് കയറിയാൽ പരുത്തിക്കുഴി പെയിൻറ് റോഡ് എന്നാണ്, പെയിൻറ് കമ്പനി റോഡ് എന്നുള്ളതാണ്. ഈ വീടിനകത്തെ കാഴ്ചകളും കാണാം. ഇതുവരെ വൃത്തിയാക്കാൻ പോലും, ഈ വെള്ളം ഒന്നൊഴിഞ്ഞാലല്ലേ വൃത്തിയാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ പമ്പ് സെറ്റ് സ്വന്തമായി വാടകയ്ക്കെടുത്ത് വെള്ളം അടിച്ചു കളഞ്ഞാണ് ഈ വീടുകളൊക്കെ വൃത്തിയാക്കിയത്. ഇപ്പോൾ അതിന് സാമ്പത്തികമായി നിവൃത്തിയില്ലാത്തതിനാൽ ബുദ്ധിമുട്ടുകയാണ്. കോർപ്പറേഷൻ്റെ ഒരു ശ്രദ്ധ വേണം എന്നതാണ് ഈ പ്രദേശവാസികൾ അറിയിക്കുന്നത്. സമീപത്തെയൊക്കെ വീടുകളിലെ അവസ്ഥ ഈ കാണുന്നത് തന്നെയാണ്. ഇവിടുത്തെ അടുക്കള ഭാഗമാണ്. ഇവിടെ അടുക്കളയിൽ ഫ്രിഡ്ജ്
അടക്കം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ചിലയിടങ്ങളിൽ ഈ വെള്ളം ഒഴുകിപ്പോകാൻ സാഹചര്യമില്ലാത്ത, അതിനുള്ള സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇവിടെയുള്ള ആളുകൾ ബന്ധുവീടുകളിലേക്ക് മറ്റുമൊക്കെ മാറി താമസിക്കുകയും ചെയ്യുന്നു. വലിയ ബുദ്ധിമുട്ട് ഇവിടെ പ്രദേശവാസികൾ അറിയിക്കുന്നു. തിരുവനന്തപുരം പരുത്തിക്കുഴി പെയിൻറ് കമ്പനി റോഡിലാണ്, അവിടെ ഒരു വീട്ടിലാണ് ഈ അവസ്ഥ. ഒരു വീട്ടിലല്ല, ഇവിടെയുള്ള 25ഓളം വീടുകളിൽ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്ന റിപ്പോർട്ട്. നികേഷ്.